ഹായ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാധു ക്രിയേറ്റീവ്സ്. സോ ഇന്നില്ലേ എൻ്റെ ഒരു ദിവസം, അതായത് ഞാൻ അന്നൊരു പ്രൊഡക്റ്റീവ് ഡേയ്സിൽ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ദിവസം എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അതല്ലാതെ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വന്നിട്ട് പറയുന്നത് ഇന്ന് കുറച്ച് ക്ലീനിങ് ഐറ്റംസ് ഇല്ല, അത് റെഗുലറായിട്ടൊരു ഹാബിറ്റായിട്ട് തന്നെ മാറ്റാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ കുറച്ച് കിച്ചൺ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് കിച്ചൺ വർക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, പുറത്ത് ചെറിയൊരു കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു. അതിനുശേഷം വീടെത്തി തിരിച്ചു വന്ന് കുറച്ച് ടയേർഡായിട്ടോ. പിന്നെ ഒന്ന് കുളിച്ചെടുപ്പ് റെഡിയായി ഇപ്പോഴൊന്ന് മുഖം ഒന്ന് ഫ്രഷ് ആയത്. സോ ഇതിൽ പിന്നെ ഞാൻ ഇന്നൊരു PDF വായിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ആർട്ടിക്കിൾ എന്തോ പോലെയായിരുന്നു കേട്ടോ. അതിൽ വന്നിട്ട് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്താ പറയുക, ഇപ്പം നമ്മൾ വ്യക്തിഗത ഇടം അല്ലെങ്കിൽ സ്വകാര്യ പരിധി എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആർട്ടിക്കിൾ വായിച്ചതിന് ശേഷം അത് ഫുള്ളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം പറയാം. അതായത് ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഹാബിറ്റ്സ് ആട്ടോ. അതായത് ഞാൻ ഡെയിലി വീട്ടിൽ എന്ത് ചെയ്യുന്നു, അതുപോലെ വീട്ടിൽ നമ്മളിപ്പോൾ റൊട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല. അതായത് രാവിലെ നേരത്തെ എണിച്ച് ഒരു കാര്യം ചെയ്യുന്നു, അതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോ റൊട്ടീൻ പോലെയാണ്. അപ്പോൾ അതൊരു റൊട്ടീനായിട്ട് നമ്മുടെ ലൈഫിൽ മാറുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് പറയുമ്പോൾ ഇങ്ങനെ ഓരോ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യും തോറും എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാട്ടോ പറയുന്നത്. അതായത് ഒരു ട്രസ്റ്റ്, അതായത് എനിക്ക് എന്നോട് തന്നെ ഒരു ട്രസ്റ്റ് വരുന്നു, എന്നോട് തന്നെ ഒരു ഇൻഡിവിജ്വാലിറ്റി വരുന്നുണ്ട്, എനിക്ക് എൻ്റെതായ ഒരു പേഴ്സണൽ സ്പേസ് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെയധികം അടിപൊളിയായിരുന്നു കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്